പൊതുവെ അഭിനയിക്കുന്നവർക്ക്, ഞാൻ ഈ 2 രംഗത്തും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നൊരു കാര്യം, അഭിനയിക്കുന്നവർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നവരോട് എപ്പോഴും തൃപ്തി വരാറില്ല. അവരിനിപ്പോൾ അഥവാ അത് ഹിറ്റായാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്ന പല സാധനങ്ങളും ഇവരുടെ നിന്ന് വന്നില്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പിന്നെ വേറൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്, ഹീറോയിൻസിനെ കൊണ്ട് ഡയലോഗ്സ് എല്ലാം ഡബ് ചെയ്യിപ്പിക്കുക, കരയാനും ചിരിക്കാനുള്ള ഡബിങ്. ഞാൻ അതിനെതിരായിരുന്നു. കാരണം അത് പാടില്ല. ആൻഡ്രലേച്ചി ചന്ദ്രമോഹൻ അല്ലേ, എന്തോ ചോദിക്കാനുണ്ടെന്ന്. സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു ചവിട്ടുപടിയായിട്ടാണ് ഡബ്ബിംഗ് കണ്ടുവരുന്നത്. സംവിധാനത്തിലേക്കും നടന്മാരായി വരാൻ വേണ്ടിയിട്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഒരു ചവിട്ടുപടിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളല്ലേ ഈ ഡബ്ബിംഗ് എന്ന് പറഞ്ഞ മഹത്തായ കലയെ പിന്നോട്ടടിക്കുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം പറയാം. ഞങ്ങൾ ഇതിൽ എത്താൻ, പല മേഖലയിൽ എത്താൻ ആഗ്രഹിച്ച് തുടക്കത്തിലാണ് ഇതിൽ വന്നത്. ഇതിൽ അഭിമാനം കൊള്ളുന്നത് ഇത് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴാണ്. ഒരു സ്ഥലത്ത് എത്തിയിട്ട്, ഈ സ്റ്റേജിലെത്തിയിട്ട് ഇവിടെ കസേരയിൽ നമ്മൾ ഉത്തരം പറയുമ്പോഴാണ് ഈ ഷോയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഡബ്ബിംഗ് എന്താണെന്ന് പുറത്ത് നിൽക്കുന്ന മോനിപ്പോൾ ചോദിച്ച പോലെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാതെ ഇതിനകത്ത് അഭിനയം ആഗ്രഹിച്ച് എത്തി ഡബ്ബ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഡബ്ബിംഗ് ഒരു വലിയ കലയാണെന്ന് മനസ്സിലാകുന്നത്. അവിടെയാണ് എൻ്റെ ബഹുമാനം തുടങ്ങുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഡബ്ബിംഗ് എന്ന് പറഞ്ഞ പരിപാടി നിർത്തിക്കളയും. ഇതാണ് ഡബ്ബിംഗ് എന്ന് പഠിക്കുന്നത്. അതൊന്നും എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തന്നെ. ഇപ്പൊ ഈ കാണിച്ച സീനല്ല, വേണ്ട. ഇവർ ഈ പാറപ്പുറത്തിരി ഇങ്ങനെ സിദ്ദിഖിനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലു ബാക്കി വന്നിട്ട് വിളിക്കും, മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിക്കും. അപ്പൊ തിരിഞ്ഞിട്ടൊരു ആ സീന് ഞാൻ പറയാം. മുത്തശ്ശി ആരാ, എവിടുന്നാ വരുന്നേ? എൻ്റെ മോന് ഇതേപോലെ വൈകുന്നേരം ആവുമ്പോ എന്നെ വിളിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അഭിനേതാവിന്റെ ശബ്ദം അനുയോജ്യമല്ലാത്ത സന്ദർഭത്തിൽ മാത്രമല്ലേ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ ശബ്ദം ആവശ്യമായിട്ട് വരുന്നത്. കൂടാതെ മലയാളികളായ സ്റ്റാർ അവരുടേതായ ശബ്ദത്തിൽ അഭിനയിക്കുന്നതല്ലേ നല്ലത്, എൻ്റെ അഭിപ്രായമാണ്. റീജിയണൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, മറ്റുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവർ വേണ്ടെന്ന് പറയാൻ പറ്റില്ല, ആ ടാലൻറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കേരളം വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ നാച്ചുറലി വേറെ പുറമേയുള്ള ആർട്ടിസ്റ്റുകളെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ടാലന്റ് നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. സർവ്വനാഥം കേട്ട് 50 കൊല്ലം കേട്ടോ നമുക്കിപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ വേറെ എന്തോ വൃത്തികെട്ട ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. പക്ഷേ ഞാൻ പറയും, എനിക്കത് അതായത് ഒരു 15-25 കൊല്ലം മുമ്പ് നമ്മൾ ട്രാക്ക് പോലും പാടിപ്പിക്കാത്ത പാട്ടുകാരാണ് പലരും മലയാള സിനിമയിൽ ഇപ്പോൾ പാടി ഭയങ്കര 2 ലക്ഷം രൂപയൊക്കെ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ചില പാട്ടുകാരൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു 16 പേരെ കൊണ്ട് വോയിസ് ടെസ്റ്റ് നടത്തിയിട്ട് എന്നെ വിളിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പാച്ചിക്ക. കാരണം ഞാൻ സ്ഥിരം ശബ്ദമല്ലേ ആ സമയത്ത്, റഹ്മാൻ്റെയും വിനീതിൻ്റെ ഒക്കെ. അവിടെ എന്നെ വിളിക്കണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒരു ഫേമസ് പ്ലേ ബാക്ക് സിംഗറെ വരെ വോയിസ് ടെസ്റ്റ് നടത്തിയെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. കുഞ്ചാക്കോ ബോബനെ കൊണ്ട് ഫുൾ പടം ഡബീപിച്ചിരുന്നു അത്രേ. എന്നിട്ട് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് റിലീസിന് ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഇത് വോയിസ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സമയമില്ല. പ്രസാദ് ലാബിൻ്റെ മുകളിലുള്ള ആ ചെറിയ തിയേറ്ററില്ല, അവിടെ ഒഴിവില്ല അവർക്ക്. അവസാനം ഒരു 3 ദിവസം വൈകുന്നേരം 5 to 9 ഈ 3 5 to 9 അടിച്ചുവിട്ട പടമാണത്. ഈ ശബ്ദം മാറ്റാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ചില പ്രത്യേക ശരീരത്തിൽ കൂടെ നമ്മുടെ ശബ്ദം വരുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ചെറുതായിട്ടൊക്കെ മാറ്റം വരുന്നുണ്ടായിരിക്കാം എന്നുള്ളതല്ലാതെ വേറെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ ആ പാടെ വോയിസ് മാറ്റി ചെയ്തിട്ടുള്ളത് കാബൂളി വാല എന്നുള്ള പടത്തിൽ മാത്രമാണ്. അതിൽ വോയിസ് മാറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സർഗത്തിലും പറയാം, സർഗത്തിൽ 3 സ്റ്റേജ് ഉണ്ട്. മറ്റേ വിനീതിന് ഒരു വളരെ ചെറിയ കുട്ടിയായിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം സ്റ്റേജ്, പിന്നെ വളരെ ദാസേട്ടൻ്റെയൊക്കെ ഒരു ലെവലിൽ ഭയങ്കര താടിയൊക്കെ വെച്ച് വലിയ ഗായകനായിട്ട് അവിടെ കുറച്ച് ഓവർ ബേസ് ഒക്കെ ഇട്ട് സംസാരിച്ചു എന്നുള്ളതല്ല. കാബൂളി വാലയിലും കുറച്ച് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള, മറ്റേ അതുവരെ എല്ലാം ഈ കുട്ടിക്കളി സംഭവമായിരുന്നല്ലോ നമ്മുടെ. തീർന്നില്ല, ഒരൊറ്റ ദിവസം കൂടി ഇതുപോലൊരു ഡയലോഗ് പറഞ്ഞേ. അല്ല, ഡയലോഗുകൾ ഓർത്തിരിക്കുന്നേ എത്ര വർഷം മുമ്പുള്ള പടമാണ്. എന്നിട്ട് തൂവാനത്തുമ്പിയുള്ള ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോനെ തടി കോൺട്രാക്ടറെ, ഉള്ളത് പറ, നീ ആരാ? നീ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ലാലിന്റെ അടുത്ത് സുമലതയുടെ ഇന്നും എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെ അതൊരു ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലേ ആ സിനിമയുടെ. ഒരു ഡയലോഗ് പറഞ്ഞേ.
പെട്ടെന്ന് ദൃശ്യം ഓർമ്മ വരണ്ട, അത് പറയാം. ഒരുപാട് ഡയലോഗ്സ് ചേർത്ത് പറയാമേ. അതെല്ലാം ഇൻ ബിറ്റ്വീൻ കൗണ്ടേഴ്സ് വരുന്നതാണ്. എൻ്റെ ജോർജൂട്ടി, നാടോടുമ്പോൾ നടുവേ ഓടണം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാച്ചിറപ്പള്ളി അച്ഛൻ്റെ ധ്യാനം കൂടണം എന്നുള്ളത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാനും മക്കളും മാത്രമായിട്ട് പോകുന്നില്ല. കുടുംബധ്യാനത്തിന് കുടുംബം മുഴുവനാണ് സംബന്ധിക്കേണ്ടത്. ജോർജൂട്ടി, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയാ ജോർജൂട്ടി? എൻ്റെ മക്കള് നാണം വന്നു. അത് ആദ്യമൊക്കെ ഡബ് ചെയ്യുമ്പോഴ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ഹീറോയിനെ ഡബ് ചെയ്ത് പറഞ്ഞു. എനിക്ക് ഐ ലവ് യു എന്ന് പറയാൻ പറയുമ്പോൾ ഭയങ്കര നാണം വരും. ഞാൻ എല്ലാവരെയും നോക്കും, എൻ്റെ മുഖത്താരെങ്കിലും